പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഇപ്പോ 41 മുതൽ 90 ദിവസത്തെ അതിശക്തമായിട്ടുള്ള പൂജകളും ഹോമങ്ങളും വിഷ്ണുമായ സ്വാമിയുടെ ശക്തിയുണ്ടോ, അതെങ്ങനെ നമുക്ക് ബോധ്യപ്പെടും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിനി എന്നും അനുഭവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിലെ കുറച്ചു സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെച്ച് വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു പ്രകൃതി ശക്തിയെ നമ്മൾ ആരാധിക്കുകയാണ്, സ്വാമിയോട് ആവശ്യപ്പെടാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ എന്താണ് പറയുന്നത്? നമുക്ക് എന്തുണ്ടെങ്കിലും പ്രകൃതിയോട് ചോദിക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ കോൺസെപ്റ്റ്. ആസ്ക്, അതിനുശേഷം നമ്മൾ അതിനെ വിശ്വസിക്കുക, അതിനുശേഷം നമ്മളത് റിസീവ് ചെയ്യുക. അതായത് ആസ്ക്, ബിലീവ്, റിസീവ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ആ ഒരു കോൺസെപ്റ്റ് തന്നെ. ദി സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഈ ലോകത്തിന്റെ ഒരു ഡൈനാമിക്സ് അല്ലെങ്കിൽ അട്രാക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു, ഹ്യൂമൻ സ്പിരിച്വാലിറ്റി എങ്ങനെയാണെന്നതിനെ കുറിച്ചേക്കും വളരെ വ്യക്തമായിട്ട്, അതിൽ ബ്രെയിനിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചേക്കും വളരെ വ്യക്തമായിട്ട് ഒരുപാട് പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളുടെ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശബ്ദങ്ങൾ കൊണ്ട്, മന്ത്രങ്ങൾ കൊണ്ട്, മണിയടികൾ കൊണ്ട്, അവിടെ വരയ്ക്കുന്ന പത്മങ്ങൾ, പലതരത്തിലുള്ള കളറുകൾ, പലതരത്തിലുള്ള കത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതീവൻ കർപ്പൂരമായാലും നെയ്യാണെങ്കിലും എണ്ണയാണെങ്കിലും പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ധാതുപദാർത്ഥങ്ങൾ, ഇതെല്ലാതും ഒരു സംയോജിച്ച് ഇന്ന് പ്രകൃതിയുമായി ഇണങ്ങി നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവമേ, ഇതാണ് ഞാൻ സ്വാമിയോട് ആവശ്യപ്പെടുന്നത് എന്ന് ശക്തമായിട്ട് പറയുമ്പോ ആ പ്രകൃതി ശക്തി നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾക്ക് അനുഗ്രഹിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള അർഹതയായി നിങ്ങൾ അത് നേടിയെടുത്തോളൂ എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ നേടാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭൂതി നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനുവേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോ നമ്മളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ നമ്മളെ മൊത്തത്തിൽ മാറ്റി ഒരു ദുരന്ത ജീവിതമായി മാറിയിരിക്കുന്ന ഓരോ വ്യക്തികളും അവർക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ടെത്താൻ പറ്റുന്നതെന്ന് അവർ തന്നെ ഇഫേർട്ട് ഇടണം. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. നമുക്ക് വേണ്ടി ശ്രമിക്കാനും നമുക്ക് വേണ്ടി പോരാടാനും നമ്മൾ ഇറങ്ങിത്തിരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം ഇറങ്ങിത്തിരിക്കുക? നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടതുള്ളത്, നിങ്ങളത് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. ആ ദൈവത്തെ മുറുകെ പിടിക്കണം. അങ്ങനെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടാണ് വിഷ്ണുമായ സ്വാമിയോടും ചാത്തന്മാരോടും ചോദിക്കുന്നതെങ്കിൽ 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിനക്കത് നേടിത്തന്നു എന്ന് പറയുന്ന ഒരേ ഒരു ദൈവമാണ് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും. ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആരും വേണമെങ്കിലും പുച്ഛിച്ചോട്ടെ, ആര് വേണമെങ്കിലും തള്ളി പറഞ്ഞോട്ടെ, ചാത്തന്റെ മായ, ചാത്തൻ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് വേറൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ആ മായകളിൽ ഏതു ശത്രുവും ഒന്ന് ആടും, ആ ഏതു ശത്രുവും ഒന്ന് തകരും. മാനസികമായി തകരും, ശാരീരികമായി തകരും, സാമ്പത്തികമായിട്ട് തകരും. ചാത്തൻ അവരെ അടിമുടി മുടിച്ച് ആ മുടിപ്പിൽ അവനും അവന്റെ തലമുറയും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ചാത്തന്റെ ഭക്തനെ, ചാത്തന്റെ വിശ്വാസിയെ എന്നും ചാത്തൻ നെഞ്ചോട് ചേർത്തിട്ടുള്ളൂ. അതാണ് വിഷ്ണുമായ സ്വാമി. അങ്ങനെ വിജയിക്കാൻ പറ്റുന്ന ഒരു തലമുറ നിങ്ങൾക്കുണ്ടാവട്ടെ. വിഷ്ണുമായ സ്വാമിയെ പൂജിച്ചാരാധിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അതിന് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠവും അതിന് ഈ എളിയദാസനും അതിന്റെ ഒപ്പം തന്നെ വിഷ്ണുമായ സ്വാമിയെ ചങ്കോട് ചേർത്ത് നിർത്തിയ ഒരു പറ്റം ആൾക്കാരും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.